ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളെ കാണവേ പറഞ്ഞത്. ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയെന്ന് പോറ്റി പറയുന്നു. ആലോചിച്ച് ഉത്തരം പറയാൻ വിജിലൻസ് സമയം നൽകി എന്നാണ് മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത് ദേവസ്വം ആസ്ഥാനത്ത് എത്തിയ ശേഷമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായിട്ടും അന്വേഷണത്തോട് ഞാൻ സഹകരിക്കും. ഇനി ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ മീഡിയയിലൂടെ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എല്ലാ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇനി കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും. ചോദ്യം മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അവർ ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് സമയം തന്നു, എനിക്ക് ബ്രേക്ക് തന്നു, ആ ചോദ്യങ്ങൾ ആലോചിക്കാനുള്ള സമയം തന്നു. അതിനനുസരിച്ചായിരുന്നു ആ ചോദ്യങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങളും എനിക്ക് ഓർമ്മിച്ചെടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും മറുപടി കൊടുത്തിട്ടുണ്ട്. MS വീണ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വീണ, ഈ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നോ ഇത്? തീർച്ചയായും അനു, അത്തരത്തിൽ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് തനിക്ക് അന്വേഷണത്തിന്, അതായത് മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് അത്തരത്തിൽ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല, അത്തരത്തിലൊരു അറിയിപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് മൊഴിയെടുപ്പ് ഉണ്ടാകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന്, നമ്മളടക്കം ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇപ്പോൾ തനിക്ക് അത്തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ വൈകുന്നേരം 3:30 തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത്. 3:30 ആരംഭിച്ച മൊഴിയെടുക്കൽ അവസാനിച്ചത് 7:30 ഏകദേശം 4 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പായിരുന്നു. വിശദമായ മൊഴിയെടുപ്പ് തന്നെയാണ് നടന്നതെന്നുള്ളത്. എന്നാൽ മാധ്യമങ്ങൾ കാത്തു നിൽക്കുമ്പോൾ തിരിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ചില ചോദ്യങ്ങളിൽ നിന്ന് അവസാനം ഒഴിഞ്ഞു മാറുന്നതായാണ് നമുക്ക് കാണാൻ സാധിച്ചതും. അത്തരത്തിൽ ചോദ്യങ്ങൾ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ ചോദിച്ചു, തനിക്ക് ആലോചിക്കുവാനുള്ള, അത് മറുപടി പറയാനുള്ള സമയം തന്നു, ഇടവേള തന്നു, താൻ ചോദ്യങ്ങളോട് സഹകരിച്ചു, തനിക്ക് അറിയാവുന്ന മറുപടികളെല്ലാം പറഞ്ഞു. ഇനി വിളിപ്പിച്ചാലും മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചാൽ താൻ സഹകരിക്കും. അത് തിരുവനന്തപുരത്താണെങ്കിലും ബംഗളൂരുവിലാണെങ്കിലും സഹകരിക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അത് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ സമർപ്പിക്കാം, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഈ ചോദ്യങ്ങൾ എന്താണെന്നോ, താൻ എന്തൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയെന്നോ, തന്റെ ഭാഗത്ത് എന്തൊക്കെയാണ് തനിക്ക് ന്യായവാദങ്ങൾ നിരത്താനുള്ളത് അതൊക്കെ താൻ നിരത്തിയെന്നോ എന്ന കാര്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടൊരു ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടില്ല. ചില ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്നും സ്വീകരിച്ചത്. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ മാധ്യമ സൃഷ്ടികളാണെന്നും അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും തനിക്കുമായി ബന്ധപ്പെട്ട് താൻ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തെന്നടക്കമുള്ള ചില നിലപാടുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തത്. അതേ നിലപാട് തന്നെയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള താൻ എന്തൊക്കെ ചെയ്തു, ഇതുമായി ബന്ധപ്പെട്ട് താൻ എവിടെയൊക്കെ പോയി പണപ്പിരിവ് നടത്തി, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരങ്ങൾ നൽകുകയും വിജിലൻസ് എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിനുള്ള ഉത്തരങ്ങൾ പറയുവാനും തയ്യാറായില്ല. വളരെ ചുരുങ്ങിയ സമയമായിരുന്നു. വന്നു, സംസാരിച്ചു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുവാനോ അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായിട്ടില്ല. അന്വേഷണത്തോട് താൻ സഹകരിക്കും, എന്നാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ സാധിക്കില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് തനിക്കറിയാവുന്ന കൃത്യമായ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്, ആ മറുപടികൾ നൽകിയിട്ടുണ്ട്. തനിക്ക് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം മറുപടി പറയുന്നതിനുള്ള സമയം തന്നു, ഇടവേള തന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുപ്പ് പൂർത്തിയായി എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിശദാംശങ്ങൾ, ചില കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇനിയും തേടേണ്ടി വരും. മാത്രമല്ല കൂടുതൽ അന്വേഷണം ബാംഗ്ലൂരിലടക്കം വ്യാപിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സ്വർണ്ണപ്പാളികളുമായി എവിടെയൊക്കെ സഞ്ചരിച്ചു, എത്ര ദിവസങ്ങളിലൊക്കെ എവിടെയൊക്കെ പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കുമ്പോൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാഹചര്യമുള്ളത്. അതിലേക്ക് തന്നെ എന്തായാലും കടക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടുമ്പോൾ സ്ഥലത്ത് ദേവസ്വം പ്രസിഡന്റ് ഇല്ലായിരുന്നു. നമ്മൾ ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോഴും സമയം ഇത്ര വൈകിയതിനാൽ തുടർന്ന് മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിനും അവർ പ്രതികരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയായി എന്ന തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചത്. എന്നാൽ ഇനി വിളിപ്പിച്ചാൽ താൻ സഹകരിക്കുമെന്നാണ് മാധ്യമങ്ങളോട് അവസാനം പ്രതികരിച്ചത്. അനു. ശരി വീണ.